Good morning, students. Today we are going to look onto a new chapter called Quality, written by John Galsworthy. John Galsworthy is a poet, dramatist, short story writer, and novelist who won Nobel Prize for Literature in 1932. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയതാണ്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള പോയറ്റാണ്, ഡ്രാമാറ്റിസ്റ്റാണ്, നാടക എഴുത്തുകാരനാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ കഥയിലെല്ലാം, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയിലുമെല്ലാം മെയിനായിട്ട് അദ്ദേഹം വിമർശിച്ചിരുന്നത് അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് ഡിസ്ക്രിമിനേഷനാണ്. അദ്ദേഹം ഒരു ലോവർ ക്ലാസ് സൊസൈറ്റിയിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അപ്പർ ക്ലാസ്സിൻ്റെ തിന്മകളെയും ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളുമെല്ലാം അവർ വംശീയപരമായിട്ട് ഡിവൈഡ് ചെയ്ത് ലോവർ ക്ലാസ്സിനെ പീഡിപ്പിച്ച കാര്യങ്ങളും അദ്ദേഹം അന്ന് നിലനിന്ന ഇംഗ്ലണ്ട് സമൂഹത്തിൽ നിലനിന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വിമർശിക്കുകയാണ് ഇദ്ദേഹം ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ കല്യാണം, പ്രോപ്പർട്ടി തുടങ്ങിയ വസ്തുക്കളെയും എല്ലാം അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ അദ്ദേഹം വളരെ അൺസിമ്പത്തറ്റിക് ക്രിറ്റിസിസമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആസ് എ ഡ്രാമാറ്റിസ്റ്റ്, ഗാൽസ്വർത്തി ഈസ് നോട്ടീസ്ഡ് ഫോർ ആൻ അൺസിമ്പത്തറ്റിക് ക്രിറ്റിസിസം. ഒരു ദയയും അർഹിക്കാത്ത ഒരു വിമർശനമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഓഫ് ദി ഹോളോ ഇൻസുലാരിറ്റി ഓഫ് എവരിത്തിങ് ഫ്രം മാറ്റേഴ്സ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് മാരേജ് ആൻഡ് ദ ഐഡിയോളജീസ് ഓഫ് ദി വെരി ക്ലാസ് ഹി വാസ് ബോൺ ഇൻ ടു. അദ്ദേഹം കല്യാണത്തെയും അതുപോലെ തന്നെ ഓരോ ഐഡിയോളജി, അപ്പർ ക്ലാസ് ഐഡിയോളജിനെയെല്ലാം അത്രയും അൺസിമ്പത്തറ്റിക്കായിട്ട് അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ക്വാളിറ്റി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെരുപ്പ് മേടിക്കുക അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മേടിക്കുക. അപ്പോൾ ഡ്രസ്സിനെല്ലാം ഓരോ ക്വാളിറ്റീസ് ഉണ്ട്, ഓരോ ഘടനയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഓരോ ക്വാളിറ്റി വേണമെന്ന് പറയില്ല. ഒരു മനുഷ്യനെ നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് 2 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിടാമെന്നാണ് ആലോചിക്കുന്നത്. I knew him from the days of my extreme youth because he made my father's boots, inhabiting with his elder brother 2 little shops let into one in a small by street, now no more, but then most fashionably placed in the West End. അപ്പം നമ്മുടെ ഗാൽസ്വർത്തി, നമ്മുടെ എഴുത്തുകാരൻ, പഴയ കാലത്തെ ഒരു ഓർമ്മയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം ഒരു വെസ്റ്റ് എൻഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്തൂടെ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് യൂത്തിൽ ഹി മെയ്ഡ് മൈ ഫാദേഴ്സ് ഒരു കട കാണുകയാണ്, ഒരു ചെരുപ്പ് കട കാണുകയാണ്. അപ്പോൾ അദ്ദേഹം ആ ചെരുപ്പ് കട കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പന്, നമ്മുടെ ഓതറിൻ്റെ അപ്പനും ഈ ഒരു ചെരുപ്പ് കടയിൽ നിന്നായിരുന്നു ചെരുപ്പ് മേടിച്ചു കൊണ്ടിരുന്നത്. അപ്പം അത് ചെരുപ്പ് കട നടത്തിക്കൊണ്ടിരുന്നത് 2 എൽഡർ ബ്രദർ, 2 സഹോദരന്മാർ നടത്തിയിരുന്ന സ്ട്രീറ്റിൽ, ഒരു ചെറിയൊരു സ്ട്രീറ്റിൽ, ഒരു തെരുവിൽ നടത്തിയിരുന്ന ഒരു കടയാണ് അദ്ദേഹം ഓർക്കുകയുണ്ടായി. ദാറ്റ് ടെനമെൻറ്റ് ഹാഡ് എ സർട്ടൻ ക്വൈറ്റ് ഡിസ്റ്റിങ്ഷൻ. There was no sign upon its face that he made for any of the royal family. അപ്പോൾ ആ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ റോയൽ ഫാമിലി, ഇംഗ്ലണ്ടിലെ റോയൽ ഫാമിലിയുടെ രാജ്ഞിക്കും രാജാവിനും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതെല്ലാം ഇവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ യാതൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെയും കാര്യമില്ല. അവർക്ക് ഒരു സൈൻ ബോർഡ് പോലും ഇല്ല, അവരുടെ കടയുടെ ഒരു പേര് പോലും ഇല്ല. അറിയാവുന്നവരവിടെ അന്വേഷിച്ച് വരികയാണ് ഉണ്ടായിരുന്നത്. മിയർലി ഹിസ് ഓൺ ജർമ്മൻ നെയിം ഓഫ് ഗെസ്ലർ ബ്രദേഴ്സ്. അവരുടെ പേരാണ് ജർമ്മൻസ് ആയിട്ടുള്ള 2 ബ്രദേഴ്സാണ്, അവരുടെ പേരാണ് ഗെസ്ലർ ബ്രദേഴ്സ്. And in the window a few pairs of boots. I remember that it always troubled me to account for those unvarying boots in the window, for he made only what was ordered, reaching nothing down, and it seemed so inconceivable that what he made could ever have failed to fit. അപ്പം ഈ ഒരു ലോങ് സെൻറ്റൻസിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ചുരുക്കി പറയാം, അദ്ദേഹം അനാവശ്യമായിട്ടൊരു ബൂട്ട് പോലും, ഒരു ചെരുപ്പ് പോലും അദ്ദേഹത്തിൻ്റെ കടയിൽ കാണുവാൻ സാധിക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കടയിലേക്ക് ചെല്ലി കയറുമ്പോൾ ഒരു ചില്ലിട്ട ഒരു ഇതിൻ്റെ അകത്ത്, AC റൂമിൻ്റെ അകത്താണ് ഈ ഒരു ബൂട്ട്സ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അവരുടെ ഇടയിൽ കാണുവാൻ സാധിക്കത്തില്ലായിരുന്നു. അനാവശ്യമായിട്ടൊരു ബൂട്ട് പോലും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഓർഡറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം
ഒരു ചെരുപ്പ് പോലും നമ്മുടെ കാലിന് ഫെയിൽഡ് ടു ഫിറ്റ് എന്ന് വെച്ചാൽ ഫിറ്റാവാതെ കാലിന് ഫിറ്റാവാതെ ഇരുന്നിട്ടില്ല. എല്ലാം കറക്റ്റ്, ആ അളവും മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിരുന്നു. ഹാഡ് ഹി ബ്രോട്ട് ദം ടു പുട്ട് ദെയർ ദാറ്റ് ടു സീംഡ് ഇൻകൺസീവബിൾ. He would never have tolerated in his house leather on which he had not worked himself. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെരുപ്പ് കടയുടെ ഒരു പ്രത്യേകത അതായിരിക്കാം. ഒരു ബോർഡ് പോലും ഇല്ല, അതുപോലെ അറിഞ്ഞ് വരുന്നവരാണ് കൂടുതൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ he would never have tolerated in his house leather on which he had not worked himself. അപ്പം ഒരു വെറുതെ ഇരിക്കുന്ന ഒരു ചെരുപ്പ് അവിടെ കാണുവാൻ സാധിക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഉണ്ടാക്കിയതൊക്കെ എന്ന് പറയുന്നത് ഓർഡർ കൊടുത്തിട്ടുള്ള ചെരുപ്പുകളായിരുന്നു. ഹി ഹാഡ് നോട്ട് വർക്ക്ഡ് ഹിംസെൽഫ്. അദ്ദേഹം മോശമായി എന്ന് തോന്നുന്ന ഒരു ചെരുപ്പ് പോലും അവിടെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ചെരുപ്പിനും അതിൻ്റേതായ ഓർഡറും അതിൻ്റേതായ ഓണേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ബിസൈഡ്സ് ദേ were too beautiful, the pair of pumps so inexpressibly slim, the patent leathers with closed tops making water comes into one's mouth. അപ്പം നമ്മുടെ ഓദർ ഇത് കാണാനിടയായി. ഈ ഒരു കട കാണുമ്പം ഒരു 2 പെയർ ഓഫ് പംപ്സ് എന്ന് വെച്ചാൽ ഹീലുള്ള ചെരുപ്പ്, ഈ സ്ത്രീകൾ സാധാരണ യൂസ് ചെയ്യുന്ന പംപ്സ് ആയിട്ടുള്ള ഹീലുള്ള ചെരുപ്പ് അവിടെ കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ സോ ഇൻഎക്സ്പ്രസിബിളി സ്ലിം, വളരെ സ്ലിം ആയിട്ടുള്ള, അതുപോലെ തന്നെ ദ പേറ്റൻറ്റ് ലെതേഴ്സ് വിത്ത് ക്ലോസ് ടോപ്സ്. അപ്പോൾ ആ ഒരു ചെരുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വളരെ ലെതർ കൊണ്ടുണ്ടാക്കിയൊരു ചെരുപ്പാണ്. അതിൻ്റെ മുകളിൽ വളരെ തുണി കൊണ്ട് നെയ്ത് വളരെ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹീലുള്ള ഒരു സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു ഹീലുള്ളൊരു ചെരുപ്പ് നമ്മുടെ ഓദർ കാണുവാനിടയായി. ആൻഡ് ഇറ്റ് മേക്സ് വാട്ടർ കം ഇൻ ടു വൺസ് മൗത്ത്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ നിന്ന് വെള്ളം വരുന്ന ഒരു രീതിയിലല്ല, ഭയങ്കര ഒരു അത്രയും രസമായിട്ട് ഇദ്ദേഹം ഉണ്ടാക്കുകയാണ്. ദ ടോൾ ബ്രൗൺ റൈഡിങ് ബൂട്ട്സ് വിത്ത് മാർവലസ് സൂട്ടി ഗ്ലൗ ആസ് ഇഫ് ദോ ന്യൂ ദേ ഹാഡ് ബീൻ വോൺ 100 years. അപ്പം അവിടെ വേറൊരു ചെരുപ്പും അദ്ദേഹം കാണുവാനിടയായി. അത് എന്ന് പറയുന്നത് ഒരു 100 വർഷം അത് എങ്ങനെയാണെങ്കിലും നിലനിൽക്കും, അത് ഒരിക്കലും കീറിപ്പോവുക പോലുമില്ല, അത്രയും ക്വാളിറ്റി അതിനുണ്ട്. ദോസ് പെയേഴ്സ് കുഡ് ഓൺലി ഹാവ് ബീൻ മെയ്ഡ് ബൈ വൺ ഹു സോ ബിഫോർ ഹിം ദി സോൾ ഓഫ് ബൂട്ട്സ്. അപ്പോൾ ആ ഒരു ചെരുപ്പെല്ലാം ഉണ്ടാക്കുന്ന ആളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും തന്നെയുണ്ട്. കാരണം അദ്ദേഹത്തിന് ദ സോൾ ഓഫ് ബൂട്ട്, ആ ബൂട്ടുകളുടെ ഈ ചെരുപ്പുകളുടെ ആത്മാവുള്ള ഒരാൾക്ക് മാത്രമേ അതുണ്ടാക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്യുക, ദ സോൾ ഓഫ് ബൂട്ട്. സാധാരണ നമ്മൾ ആത്മാവ് എന്ന് പറയുന്ന മനുഷ്യന്മാരെയാണ്, പക്ഷേ ഇവിടെ ഒരു ചെരുപ്പിൻ്റെ ആത്മാവ് ഉള്ള ആൾക്ക് മാത്രമേ അത്രയും നല്ലൊരു ബൂട്ട് ഉണ്ടാക്കാൻ സാധിക്കൂ എന്നാണ് നമ്മുടെ ഓദർ പറയുക. സോ ട്രൂലി വേർ ദ പ്രോട്ടോടൈപ്സ് ഇൻകാർണേറ്റിംഗ് ദ വെരി സ്പിരിറ്റ് ഓഫ് ഓൾ ഫുഡ് ഗിയർ. അതുകൊണ്ട് തന്നെ അത്രയും കഴിവുള്ള ആൾക്ക്, അത്രയും ആ ഒരു ആത്മാവ് ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കുവാൻ സാധിക്കത്തുള്ളൂ. ആ ഒരൊറ്റ ചെരുപ്പിൻ്റെ പല പല രൂപങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെരുപ്പെന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിളായിട്ടുള്ള വേറൊരു ചെരുപ്പ് എന്ന് പറയുന്നത് അത്രയും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിരിക്കും, അത്രയും ക്വാളിറ്റി തന്നെ ഉള്ളതായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു, ഒരു വീട്ടിലൊരു അപ്പം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ചുടുകയെന്ന് വെച്ചോ, നല്ല രീതിയിൽ ആദ്യം ഉണ്ടാക്കി പയ്യെ സമയം കഴിയുന്തോറും നമുക്കത് മടുപ്പായിട്ട് തോന്നും. പിന്നെ പയ്യെ തുടക്കത്തിലുണ്ടാക്കുന്ന ക്വാളിറ്റി കുറഞ്ഞു വരും. അപ്പോൾ അത്രയും ഒരു ക്വാളിറ്റി കുറവൊന്നും നമ്മുടെ ഈ ഓദർ ചെന്ന ഗെസ്ലർ ബ്രദേഴ്സ് ഉണ്ടാക്കുന്ന ഫുഡിന് ഇല്ലായിരുന്നു. അവർക്ക് അതിൻ്റെ ഒരു ആത്മാംശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന എല്ലാ ചെരുപ്പിനും അവരുടേതായ ഒരു ഫിനിഷിങ്ങും പെർഫെക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ ചെരുപ്പിനും ദ സോൾ ഓഫ് ബൂട്ടുണ്ട്, ഒരു ആത്മാവെല്ലാം ബൂട്ടിനും ഉണ്ടായിരുന്നു. ദീസ് തോട്ട്സ് ഓഫ് കോഴ്സ് came to me later, though even when I was promoted to him at the age of perhaps 14, some inkling haunted me of the dignity of himself and brother, for to make such boots as he made seemed to me then and still seems to me mysterious and wonderful. അപ്പം ഞാൻ 14 വയസ്സുള്ളപ്പോൾ വന്ന് കണ്ട ഒരു ഷോപ്പാണ് നമ്മുടെ ഗെസ്ലർ ബ്രദറിൻ്റെ. ഇപ്പോഴും പോയി കാണുമ്പോഴും എനിക്ക് മിസ്റ്റീരിയസ് ആണ്, വളരെ ഒരു മിസ്റ്റീരിയസ് ഫീലിംഗ്. അതുപോലെ തന്നെ ഒരു വണ്ടർഫുൾ, വളരെ ഒരു ഭയങ്കര ഒരു ആശ്ചര്യം തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഗെസ്ലർ ബ്രദറിൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത്. വളരെ മിസ്റ്റീരിയസ് ആണ്, അതുപോലെ വണ്ടർഫുള്ളാണ്, വളരെ മനോഹരമുള്ള ഒരു സ്ഥലമാണ് അവരുടെ ആ ഒരു ഷോപ്പ്. ഐ റിമെമ്പർ വെൽ മൈ shy remark one day while stretching out to him my youthful foot
Isn't it awfully hard to do, മിസ്റ്റർ ഗെസ്ലർ? അപ്പം നമ്മുടെ ഓതർ പോയി നമ്മുടെ കടയിൽ പോയി ചോദിക്കുകയാണ്, ഇങ്ങനെ ചെരുപ്പുണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണല്ലേ ഗെസ്ലർ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗെസ്ലർ ബ്രദർ പറയുകയാണ്, ആൻഡ് ഹിസ് ആൻസർ ഗീവൻ വിത്ത് എ സഡൻ സ്മൈൽ ഫ്രം ഔട്ട് ഓഫ് ദി സാട്രോണിക് റെഡ്നെസ് ഓഫ് ഹിസ് ബിയേർഡ്, ഇറ്റ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ഇത്രയും പ്രയാസമുള്ള ജോലിയല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്, ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കണമെങ്കിൽ എന്ത് പാടാണെന്ന് പറയുകയാണ്. വെരി ഹാർഡല്ലേ, ഭയങ്കര ഹാർഡ് ടു ഡു എന്ന് നമ്മുടെ ഓതർ ചോദിക്കുകയാണ്. അപ്പോൾ ഓതർ നമ്മുടെ ഗെസ്ലർ ബ്രദർ നമ്മുടെ താടിയൊക്കെ മാറ്റിയിട്ട് വളരെ തടിയുടെ ഇടയിൽ കൂടെ ഒരു ചിരി വന്നിട്ട് പറയുകയാണ്, ഒരു സ്മൈൽ, ഒരു അത്രയും തിങ്ങി നിൽക്കുന്ന ഒരു താടിയുടെ ഇടയിൽ ഒരു ചെറിയൊരു പുഞ്ചിരിയോടെ അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് ആൻ ആർട്ട്, അതൊരു കലയാണ്. ഹിംസെൽഫ് ഹി വാസ് എ ലിറ്റിൽ ആസ് ഇഫ് മെയ്ഡ് from leather, with his yellow crinkly face and crinkly reddish hair and beard, and neat folds slanting down his cheeks to the corners of his mouth. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രൂപസാദൃശ്യം നമ്മുടെ ഓതർ പറയുകയാണ്, ഹി വാസ് എ ലിറ്റിൽ ആസ് ഇഫ് ഹി മെയ്ഡ് ഫ്രം ലെതർ വിത്ത് ഹിസ് യെല്ലോ ക്രിങ്കി ഫേസ്. അദ്ദേഹത്തിൻ്റെ ഒരു ചുളുങ്ങിയ ഫേസാണ്, അദ്ദേഹത്തിൻ്റെ ചുരുണ്ട മുഖമൊക്കെ ഒന്ന് ചുളുങ്ങിയ രീതിയിൽ, പ്രായത്തിൻ്റെ ഒരു കാരണമാകാം, മുഖം ഒരു ക്രിങ്ക്ലി ഫേസാണ്. അതുപോലെ തന്നെ ക്രിങ്ക്ലി റെഡിഷ് ഹെയറാണ്, ഒരു ചുരുണ്ട ചുമന്ന ചെമ്പിച്ച മുടിയാണ് അദ്ദേഹത്തിന്. ആൻഡ് ബിയർഡ്, താടി വളരെ നല്ല രീതിയിലുണ്ട്. ആൻഡ് നീറ്റ് ഫോൾസ് സ്ലാൻഡിങ് ഡൗൺ ഹിസ് ചീക്സ് ടു ദി കോർണർ ഓഫ് ഹിസ് മൗത്ത്. അതുപോലെ തന്നെ കവിള് നല്ല രീതിയിൽ ചാടിക്കിടക്കുന്ന ഒരു പ്രാകൃതമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. ആൻഡ് ഹിസ് ഗട്ടുറൽ ആൻഡ് വൺ ടോയിൻഡ് വോയിസ് ഫോർ ലെതർ ഈസ് എ സാട്രോണിക് സബ്സ്റ്റൻസ് ആൻഡ് സ്റ്റിഫ് ആൻഡ് സ്ലോ ഓഫ് പർപ്പസ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് വൺ ടോൺഡ് വോയിസ് ആണ്, വളരെ ഗട്ടറൽ എന്ന് പറയുന്നത് ഒരു നമ്മൾ പാറയിൽ ഉരയ്ക്കുന്ന സൗണ്ട് എന്ന് പറയാറില്ലേ, അതുപോലെ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സൗണ്ടാണ് അദ്ദേഹത്തിന്. ആൻഡ് ദാറ്റ് വാസ് ദി ക്യാരക്ടർ ഓഫ് ഹിസ് ഫേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാകൃതം എന്നൊക്കെ പറയുന്നത് ഒരു ലെതറുമായിട്ട്, ഒരു സാട്രോണിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ലെതറിൻ്റെ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാകൃതവും. വളരെ സോഫ്റ്റായിട്ട്, വളരെ സ്റ്റിഫ് ആൻഡ് ഷൈനിങ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപസാദൃശ്യവും. ആൻഡ് സ്ലോ ഓഫ് പർപ്പസ്, അതുപോലെ തന്നെ അദ്ദേഹം വളരെ സ്ലോ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തിന് ആ ഒരു പെർഫെക്ഷൻ എത്തുന്നതിന് വേണ്ടിയായിരിക്കും ഓരോ ബൂട്ട്സും അദ്ദേഹത്തിന് ഓരോ പെർഫെക്ഷൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സ്ലോയിൽ ആണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ദി ക്യാരക്ടർ ഓഫ് ഹിസ് ഫേസ്, സേവ് ദാറ്റ് ഹിസ് ഐസ് which were grey blue had in them the simple gravity of one secretly possessed by the ideal. His elder brother was so very like him, though watery paler in every way, with a great industry that sometimes in early days I was not quite sure of him until the interview was over. Then I knew that it was he if the words "I will ask my brother" had not been spoken, and that if they had, it was ഹിസ് എൽഡർ ബ്രദർ. അപ്പം നമ്മൾ രണ്ട് സഹോദരന്മാരാണ് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം നമ്മുടെ ഓതർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇളയ ആളോടാണ് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഇളയ ആളാണല്ലോ എന്ന് വെച്ചാൽ രണ്ട് പേരിൽ ഇളയ ആളാണ് എന്നുള്ള യങ്ങറായിട്ടുള്ള ബ്രദറിനോടാണ് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും മൂത്ത ആളോടാണ്. എന്ന് വെച്ചാൽ രണ്ടുപേരും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, എൽഡറായിട്ടുള്ള ഇളയാളുടെ ഒരു പ്രാകൃതം എന്ന് പറയുന്നത് വളരെ വരണ്ട ശരീരമാണ്, പെയിലർ ഇൻ എവരി വേ വിത്ത് എ ഗ്രേറ്റ് ഇൻഡസ്ട്രി. അപ്പം ഒരു അത്രയും ഇപ്പോഴും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള രണ്ട് സഹോദരന്മാരായിരുന്നു അവർ. അപ്പോൾ അദ്ദേഹം ഗെസ്ലർ ബ്രദർ എന്നറിയപ്പെടാൻ കാരണം തന്നെ അവർ ഏകദേശം ഒരേപോലെ തന്നെയാണ്, സിമിലർ ആയിട്ടാണ് ഇരിക്കുന്നത്. When one grew old and wild and ran up bills, one somehow never ran them up with Gessler brothers. It would have seemed becoming to go in there and stretch out one's foot to that old iron spectacled glance, owing him for more than say 2 pairs, just the comfortable reassurance that one was still his client. അപ്പോൾ സാധാരണ നമ്മളിപ്പം
വെൻ വൺ ഗ്രൂ ഓൾഡ്, നമ്മളൊക്കെ വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രാരാബ്ധവും കുട്ടികളൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കും. നമ്മുടെ ബിൽസും ലോണും കാര്യങ്ങളൊക്കെ അടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞു തിരിച്ച് നടക്കും. അല്ലെങ്കിൽ നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മളെപ്പോലെയൊന്നും അല്ല ഗെസ്ലർ ബ്രദർ. അവർ അത്രയും ആക്റ്റീവായിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു കടയിൽ അവരുടെ ആ ഒരു കല എന്ന് പറയുന്നത്, അവരുടെ ആർട്ട് എന്ന് പറയുന്നത് ആ ഒരു ബൂട്ട് മേക്കിംഗ് ആണ്. അതിലവർ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഒരു പ്രാരാബ്ധമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകുന്ന ഒരു ശരീരമാണ് നമ്മുടെ. പക്ഷേ അവരുടേത് ഈ ഒരു കാര്യത്തിൽ അവരുടെ ആക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇറ്റ് വുഡ് നോട്ട് ഹാവ് സീംഡ് ബിക്കമിങ് ടു ഗോ ഇൻ ദെയർ ആൻഡ് സ്ട്രെച്ച്. അവിടെ ചെല്ലേണ്ട കാര്യമുള്ളൂ, അവരുടെ അടുത്തേക്ക് ചെല്ലുക. അവരവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളെ ബ്ലൂ അയൺ സ്പെക്ടക്കിൾ ഗ്ലാൻസ്, അവരുടെ ഒരു തുറിച്ച നോട്ടത്തിൽ നമ്മളെ ഇങ്ങനെ നോക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചോദിക്കും എത്ര എണ്ണം വേണം എന്നൊക്കെ ചോദിക്കും. അപ്പം ഓവിങ് ഹിം ഫോർ മോർ ദാൻ സേ 2 pairs ജസ്റ്റ് ഇത് കംഫർട്ടബിൾ. അപ്പോൾ അവർ തന്നെ അവരുടെ ആ നോട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ ആ തുറിച്ച് നോക്കുന്നത് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെരുപ്പ് ഒരു ചെരുപ്പ് മേടിക്കാൻ പോവാമെന്ന് വിചാരിച്ചോ, അവരുടെ ഗെസ്ലർ ബ്രദറിൻ്റെ അടുത്ത് പോയി ഒരു ചെരുപ്പ് മേടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നതല്ല, ഒരു ചെരുപ്പും കൂടെ മേടിച്ചേക്കാം. ഇൻ കേസ് നമ്മുടെ ഈ മേടിച്ച ചെരുപ്പ് പോയാൽ വേറൊരു ചെരുപ്പും കൂടെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പം ഒരു ചെരുപ്പിനും കൂടെ നമ്മൾ ആവശ്യപ്പെട്ടാൽ അവരിങ്ങനെ ഒന്ന് തുറച്ചു നോക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം അവർ തരുന്ന ഉറപ്പ്, അവർ തരുന്ന റീഅഷുറൻസ് എന്ന് പറയുന്നത്, അവർ തരുന്ന ഉറപ്പെന്ന് പറയുന്നത് ഈ ഒരൊറ്റ ചെരുപ്പ് മതി, നിങ്ങൾക്ക് അത്രയും കാലം യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേറെ ഒരു ചെരുപ്പിൻ്റെയും സ്റ്റെപ്പിനി എന്ന് പറയില്ലേ, രണ്ടാമതൊരു ചെരുപ്പ് നമുക്ക് കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ ചെരുപ്പ് തന്നെ ധാരാളം, അത് കുറേ വർഷങ്ങൾ അത് നിലനിൽക്കുമെന്ന് പറയുകയാണ്. ഫോർ ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു ഗോ, അത്രയും ക്വാളിറ്റി ആ ഒരു ചെരുപ്പുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തലക്കെട്ട് ക്വാളിറ്റി എന്ന് പറയാൻ കാരണം. ഫോർ ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു ഗോ ടു ഹിം വെരി ഓഫൻ ഹിസ് ബൂട്ട്സ് ലാസ്റ്റ് ടെറിബിളി. അപ്പം നമ്മൾക്ക് എപ്പോഴും അവരുടെ കടയിലേക്ക് കയറി ചെല്ലേണ്ട ആവശ്യമില്ല. കാരണം അത് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്, ഭീകരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ലാസ്റ്റ് ടെറിബിളി എന്ന് പറഞ്ഞാൽ അത്രയും കാലം അത് എവർ ലാസ്റ്റിംഗ് ആണ്. ഹാവിങ് സംതിങ് ബിയോണ്ട് ദ ടെമ്പററി, സം ആസ് ഇറ്റ് വെയർ എസെൻസ് ഓഫ് ബൂട്ട് സ്റ്റിച്ച്ഡ് ഇൻ ടു ദം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അത്രയും ഒരു ടെമ്പററി യൂസേജിന് മാത്രമല്ല, ഒത്തിരി കാലം നിലനിൽക്കും. ഒരു നിശ്ചിത കാലയളവല്ല നമ്മുടെ ഗെസ്ലർ ബ്രദറിൻ്റെ ചെരുപ്പിനുള്ളത്. ഒത്തിരി നാളുകൾ അത് നിലനിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ കാരണം എന്താണ്? അവരുടെ ആ ഒരു ആത്മാവിൻ്റെ ഒരു ബൂട്ടിൻ്റെ ആത്മാവെന്ന് നമ്മൾ പറഞ്ഞില്ലേ, സോൾ ഓഫ് ബൂട്ട് എന്ന് പറഞ്ഞ്, ആ ഒരു ആത്മാവിൻ്റെ ഒരു അംശം നമ്മുടെ ഗെസ്ലർ ബ്രദർ ഓരോ ചെരുപ്പുകൾക്കും നൽകിക്കൊണ്ടിരുന്നു. അത്രയും പെർഫെക്ഷനോടെയാണ് അവർ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിപ്പം ക്വാളിറ്റി എന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ ഒരു ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. നമ്മളിപ്പം നമ്മുടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ഒരു ക്വാളിറ്റി ഉള്ളൊരു ബിരിയാണി കഴിക്കുകയാണ്. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ആ ഒരു ഹോട്ടലിൽ പോയി നമ്മൾ ആ ഒരു സെയിം ബിരിയാണി മേടിച്ച് കഴിക്കുമ്പം അവർ പയ്യെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറച്ച് അവരുടേതായ രീതിയിൽ കാശൊക്കെ പലതിന്, ഇപ്പം ഈ നട്ട്സൊക്കെ ഇടുന്നവർ ഒരു വർഷം കഴിയുമ്പോൾ ആ നട്ട്സൊക്കെ പയ്യെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയിലേക്കൊക്കെ പോകും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി അവിടെ പോവുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് അത്രയും ക്വാണ്ടിറ്റി അവർക്ക് കിട്ടുകയാണ്. അത്രയും ഓർഡർ അവർക്ക് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നതോറും ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒത്തിരി ആളുകൾ വരും തോറും അവർ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് ഓരോ ആൾക്കാരും ബിസിനസ്സിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്. പക്ഷേ ഗെസ്ലർ ബ്രദർ എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവരി ബൂട്ട് എന്ന് പറയുന്നത് അവർക്കൊരു കലയാണ്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഫോർ ദം ആൻഡ് ദേ മെയിൻറ്റെയിൻ ദെയർ ക്വാളിറ്റി ഫോർ ഈച്ച് ആൻഡ് എവരി ബൂട്ട്സ്. അതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ചെരുപ്പ് വന്ന് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. അത്രയും പെർഫെക്ഷനാണ് ഗെസ്ലർ ബ്രദേഴ്സ്. വൺ വെൻറ്റ് ഇൻ നോട്ട് ആസ് ഇൻ ടു മോസ്റ്റ് ഷോപ്സ് ഇൻ ദ മൂഡ് ഓഫ് പ്ലീസ് സെർവ് മീ ആൻഡ് ലെറ്റ് മീ ഗോ, ബട്ട് restfully as one enters a church and sitting on a single wood chair waited for there was never anybody there. അപ്പോൾ സാധാരണ മിക്ക ചെരുപ്പ് കടയിലുമെല്ലാം അല്ലെങ്കിൽ ഒരു സാധാ ചെരുപ്പ് കടയിലൊക്കെ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു കടകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ആൾക്കാർ വരും, അവരുടെ മൂഡ് അനുസരിച്ച് പറയും വേഗം എന്താ ഞാൻ പോട്ടെ,
പ്ലീസ് ഹെയർ മീ, വേഗം താ, ഞാൻ പോട്ടെ, എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ ഒരു രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഗസ്ലർ ബ്രദറിൻ്റെ ഷോപ്പിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ എന്ന് പറയുന്നത് ഒരു പള്ളിക്ക് തുല്യമാണ്. ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് പോലെയാണ് നമുക്കവിടെ ചെരുപ്പ് പോയി മേടിക്കാൻ പറ്റുക. ആസ് വൺ എൻറ്റേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആസ് വൺ എൻറ്റേഴ്സ് ചർച്ച് ആൻഡ് സിറ്റിംഗ് ഓൺ എ സിംഗിൾ വുഡൻ ചെയർ വെയിറ്റഡ്. അപ്പം അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അവിടെ ഒരു വെയിറ്റ് ചെയ്യാൻ ഒരു കസാര അല്ലെങ്കിൽ ഒരു ചെയർ, ഒരു വുഡൻ ചെയർ അവിടെ കരുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഫോർ ദെയർ വാസ് നെവർ എനിബഡി ദെയർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ആളുകളൊന്നും അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും വളരെ കൃത്യതയോടെ വെയിറ്റ് ചെയ്താണ് ഓരോ ബൂട്ടിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്നത്. സൂൺ over the top edge of that sort of well rather dark and smelling soothingly of leather which formed the shop, there would be seen his face or that of his elder brother peering down. അപ്പം നമ്മൾ ആ കടയിൽ ചെല്ലുമ്പോൾ ഒരു വെൽ റാദർ ഡാർക്ക്, ഒരു ഇച്ചിരി ഇരുണ്ട് സ്ഥലമാണ്. നിങ്ങൾ ഈ ഒരു നമ്മുടെ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരു ഇരുട്ടേറിയൊരു സ്ഥലമാണ്. അപ്പം നമ്മളൊരു കിണറ്റിൻ്റെ വക്കത്ത് പോയി വെള്ളമുണ്ടോ എന്ന് എത്തി നോക്കില്ലേ, ഓവർ ദി ടോപ്പ് എഡ്ജ് ഓഫ് ദാറ്റ് സോർട്ട് ഓഫ് വെൽ, ഒരു വെല്ലിൻ്റെ, ഒരു കിണറിൻ്റെ വക്കത്ത് ഇങ്ങനെ വെള്ളമുണ്ടോ എന്ന് നോക്കുന്ന പോലെയാണ് നമ്മൾ ഗസ്ലർ ബ്രദറിൻ്റെ കടയിൽ പോയിട്ട് ഗസ്ലർ ബ്രദർമാരുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ്, അവർ ഒരു പണിയിൽ നിന്നെല്ലാം പണിതുകൊണ്ടിരിക്കുന്ന ആ ഒരു അവരവരുടെ ബൂട്ട്സ് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവർ വന്നിട്ട് ഇങ്ങനെ അവരുടെ മുഖം ഇങ്ങനെ എത്തി നോക്കും. അപ്പോൾ ഓരോ ഗസ്ലർ ബ്രദർ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ആരാ വന്നതെന്ന് ഇങ്ങനെ എത്തി നോക്കി നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുകയാണ്. എ guttural sound and the tip-tap of bast slippers beating the narrow wooden stairs, and he would stand before one without coat, a little bent in leather apron with sleeves turned back. അപ്പം നമ്മളിങ്ങനെ എത്തി വലിഞ്ഞിങ്ങനെ നോക്കുക, ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പം നമ്മുടെ ഒരു ഗട്ടറൽ സൗണ്ട്, ഒരു ഹാർഷ് സൗണ്ടിൽ ഇങ്ങനെ ഒരാളിങ്ങനെ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം ടിപ്പ് ടാപ്പ് ഓഫ് ബാസ്റ്റ് സ്ലിപ്പേഴ്സ്, അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകൾ സ്ലിപ്പർ ഇങ്ങനെ ടക്ക് 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 എന്ന ഒരു രീതിയിൽ ടിപ്പ് ടാപ്പ് സൗണ്ടൊക്കെ ഒച്ച വെച്ച് ഇങ്ങനെ വരുന്ന, അകത്തുനിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു രംഗമാണ് ഈ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വന്ന് ബീറ്റിംഗ് ദ നാരോ വുഡ് ആ സ്റ്റെയർ കേസ് വഴി ഇങ്ങനെ ഇറങ്ങി വന്ന് ഹി വുഡ് stand before one without coat, a little bent in leather apron with sleeves turned back blinking. അപ്പോൾ നമ്മുടെ ഈ ഫുൾ കൈ ആയിട്ടുള്ള ഷർട്ടൊക്കെ പയ്യെ പുറകോട്ടൊക്കെ വെച്ചിട്ട് വളരെ ആ വുഡൻ സ്റ്റെയർസിലൂടെ ഭയങ്കര അദ്ദേഹത്തിൻ്റെ സ്ലിപ്പറിൻ്റെ ഒച്ചയിൽ ഇങ്ങനെ ടിപ്പ് ടാപ്പ് എന്നുള്ള രീതിയിൽ വളരെ കനമേറിയ സൗണ്ടിൽ അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം ഓരോ കസ്റ്റമേഴ്സിനെയും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി അദ്ദേഹം അകത്തുനിന്ന് ഇറങ്ങി വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഓദർ ചെന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇറങ്ങി വന്നത്. ബ്ലിങ്കിങ് ആസ് ഇഫ് അവേക്കൻഡ് ഫ്രം സം ഡ്രീംസ് ഓഫ് ബൂട്ട്സ് ഓർ ലൈക്ക് ആൻ ഓൾഡ് സർപ്രൈസ്ഡ് ഇൻ ഡേ ലൈറ്റ് ആൻഡ് അനോയ്ഡ് അറ്റ് ദിസ് ഇൻട്രപ്ഷൻ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം അവരുടെ ഗസ്ലൈസിൻ്റെ ആ ഒരു കടയിൽ പോയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു കിണറ്റിൻ്റെ വക്കത്ത് ഇങ്ങനെ നോക്കുമ്പം നമ്മൾ വെള്ളം കാണുന്ന പോലെ ഒരാൾ, വളരെ ഘനഗംഭീരനായിട്ടുള്ള ഒരാൾ ടിപ്പ് ടാപ്പ് സൗണ്ടിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന, ഒരു വുഡൻ സ്റ്റേഴ്സിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സൗണ്ടൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വന്നിങ്ങനെ എന്താ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയുടെ ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റർബൻസാണ്. നമ്മൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം അത്രയും നേരം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്, അദ്ദേഹം തുന്നിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബൂട്ടിൻ്റെ ആ ഒരു സ്വപ്നത്തിലായിരുന്നു അദ്ദേഹം. സം ഡ്രീം ഓഫ് ബൂട്ട്സ് ഓർ ലൈക്ക് ആൻ ഓൾഡ് സർപ്രൈസ്ഡ് ഇൻ ഡേ ലൈറ്റ്, അല്ലെങ്കിൽ ഒരു ഒരു പകൽവട്ടം കണ്ട് സർപ്രൈസായിട്ട് നിൽക്കുന്ന ആ ഒരു മുഖമാണ് നമ്മുടെ ഗസ്ലർ ബ്രദറിനുള്ളത്. എന്ന് വെച്ചാൽ ആരാ ഈ ഒരു സമയത്ത് ഇത്രയും നന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഇപ്പം വളരെ ആർട്ടിസ്റ്റായിട്ടുള്ള, ഇപ്പോൾ പെയിൻറ്റേഴ്സായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വളരെ എന്തെങ്കിലും ഭയങ്കര പെയിൻറ്റിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ഗസ്ലർ ബ്രദറിനും ഉള്ളത്. ആരാ ഈ സമയത്ത് വന്ന് എന്നെ ശല്യപ്പെടുത്താൻ, ആൻഡ് അനോയ്ഡ് അറ്റ് ദിസ് ഇൻറ്ററപ്ഷൻ, ആരാ വന്ന് ഈ ഇടയ്ക്ക് വന്ന് ശല്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ്. അവൻ്റെ കസ്റ്റമേഴ്സാണ്, എന്നാലും അവൻ അത്രയും ഇൻവോൾവ് ആയിട്ട് ആ ഒരു ബൂട്ട് മേക്കിംഗ് പ്രോസസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ടൈമാണ്. ആൻഡ് ഐ വുഡ് സേ ഹൗ ഡു യു ഡു മിസ്റ്റർ ഗസ്ലർ. അപ്പം ഞാൻ ചോദിക്കുകയുണ്ടായി, എന്തൊക്കെയുണ്ട് മിസ്റ്റർ ഗസ്ലർ, കുഡ് യു മേക്ക് മീ എ പെയർ ഓഫ് റഷ്യ ലെതർ ബൂട്ട്സ്. അപ്പം നമ്മുടെ ഓദർ ചോദിക്കുകയാണ്, എനിക്കൊരു റഷ്യൻ ലെതർ ബൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റുമോ? വിതൗട്ട് എ വേർഡ് ഹി വുഡ് ലീവ് മീ റിട്ടയറിങ്
whence he came or into the other portion of the shop, and I would continue to rest in the wooden chair, inhaling the essence of his trade. അപ്പം അദ്ദേഹം പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോവുകയുണ്ടായി. അപ്പം ഞാൻ ആ വുഡൻ ചെയർ, ആ ഒരു പള്ളി പോലെ പരിശുദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു വുഡൻ ചെയറിലിരുന്ന് റെസ്റ്റ് എടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ അവിടെ ഇരുന്നപ്പം എൻ്റെ മൂക്കിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു ഇൻസെൻസ് എന്ന് വെച്ചാൽ ഒരു വളരെ ലെതറിൻ്റെ ഒരു സ്മെല്ലാണ് എൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറുകയുണ്ടായി. അപ്പോൾ അത്രയും നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ ഗസ്ലർ ബ്രദറിൻ്റെ ഷോപ്പിലുള്ളത്. സൂൺ ഹീ വുഡ് കം ബാക്ക് ഹോൾഡിങ് ഇൻ ഹിസ് തിൻ വീൻഡ് ഹാൻഡ് എ പീസ് ഓഫ് gold brown leather with fixed eyes on it. He would remark, what a beautiful piece. അപ്പോൾ അദ്ദേഹം റഷ്യൻ ലെതർ അകത്ത് പോയി എടുത്തുകൊണ്ട് വരുന്ന ആ ഒരു രംഗമാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ലെതർ ബൂട്ട് നമ്മുടെ ഓതറിന് വേണ്ടി സമ്മാനിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അകത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം നോക്കി പറയാണ്, വാട്ട് എ ബ്യൂട്ടിഫുൽ പീസ്, എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ്. പീസ് എന്ന് പറഞ്ഞാൽ കലാസൃഷ്ടി എന്നാണ് സാധാരണ പറയുന്നത്, ബ്യൂട്ടിഫുൾ പീസ്. അപ്പം എന്തൊരു ഭംഗിയാണ് ഇതിനെ കാണാൻ എന്ന് ചോദിക്കുകയാണ്. വെൻ ഐ ടു ഹാഡ് അഡ്മയർഡ് ഇറ്റ് ഹീ വുഡ് സ്പീക്ക് അഗെയിൻ. അപ്പം ഞാനും അതിനൊപ്പം പറഞ്ഞു, വെൻ ഡു യു വാണ്ട് ദം. അപ്പോൾ അദ്ദേഹം പറയും, എപ്പോഴാണ് നിനക്ക് വേണ്ടത്? ആൻഡ് ഐ വുഡ് ആൻസർ, ആസ് സൂൺ ആസ് യു കൺവീനിയൻ്റ്ലി ക്യാൻ. നിനക്ക് പറ്റുന്നത് പോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മതി, നിൻ്റെ സൗകര്യത്തിനനുസരിച്ച് മതി. ആൻഡ് ഹീ വുഡ് സേ ടുമോറോ ഫോർട്ട് നൈറ്റ്. ഇപ്പം ഫോർട്ട് നൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് ശേഷം. എന്നാൽ ഒരു കാര്യം ചെയ്യ്, 2 ആഴ്ചയ്ക്ക് ശേഷം പോര്, ഞാനപ്പം റെഡിയാക്കി വെച്ചേക്കാം. ഓർ ഇഫ് ദർ വെർ ഹിസ് എൽഡർ ബ്രദർ ഐ വിൽ ആസ്ക് മൈ ബ്രദർ. അപ്പം നമ്മൾ പറയുകയുണ്ടായി, 2 ഗസ്ലർ ബ്രദേഴ്സും ഒരേപോലെയാണ് ഇരിക്കുന്നത്. മൂത്തയാളും ഇളയാളും അവരുടെ രൂപസാദൃശ്യം ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. 2 പേർക്കും താടിയും ഗട്ടറൽ വോയിസൊക്കെ ആണെന്നൊക്കെ പറയുകയുണ്ടായി. അപ്പം അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ചേട്ടനോടാണോ അനിയനോടാണോ സംസാരിച്ചത് എന്നുള്ളൊരു സംശയം അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഓതറിനും ഈ ഒരു സംശയം വരും, ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ചേട്ടനാണോ അനിയനാണോ. ഇപ്പോൾ ചേട്ടനായിരുന്നെങ്കിൽ ഐ വിൽ ആസ്ക് മൈ ബ്രദർ എന്ന് പറയുമായിരുന്നു. പക്ഷേ അന്നേരം നമ്മുടെ ഓതറിന് മനസ്സിലായി, അങ്ങനെ ഒരു ഡയലോഗ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആളുടെ അടുത്തുനിന്ന് ഉണ്ടായില്ല. ഐ വിൽ ആസ്ക് മൈ ബ്രദർ എന്ന് പറഞ്ഞില്ല. ഓർ ഇഫ് ഹി വേർ ഹിസ് എൽഡർ ബ്രദർ ഐ വിൽ ആസ്ക് മൈ ബ്രദർ. മൂത്തയാളായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സഹോദരനോട് കൂടെ ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ ഡേറ്റ് എന്നാണ് വരേണ്ടതെന്ന് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇത്തവണ പറഞ്ഞില്ല. അപ്പോൾ ഇതാരാണ്? ഇത് എൽഡർ ബ്രദറാണ്, യങ്ങർ ബ്രദറാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇളയ ആളിനോടാണ് ഇത്രയും നേരം നമ്മുടെ ഓതർ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഇനി അതിന് ശേഷം നമ്മുടെ ഓതർ 2 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത്. താങ്ക് യു.